എല്ലാവർക്കും നമസ്കാരം. എന്താണ് ധ്യാനം? എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്? പല ഗ്രൂപ്പ് മെഡിറ്റേഷനിലും ഓൺലൈൻ മെഡിറ്റേഷനുകളിലും പങ്കെടുത്തിട്ടും ഇപ്പോഴും പലർക്കും ധ്യാനിക്കാൻ അറിയാത്തതുകൊണ്ട് നമുക്ക് അക്കാര്യം പരിശോധിക്കാം. ഈശ്വരനെ മനനം ചെയ്യുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. ഈശ്വരനെ മനനം ചെയ്യുമ്പോൾ പരമമായ ശാന്തിയിലൂടെയും സമാധാനത്തിലൂടെയും ദിവ്യമായ ആനന്ദം ഉണ്ടാകുന്നു. ദിവ്യമായ ആനന്ദം ഉണ്ടാകണമെങ്കിൽ ആത്മാവിനെ അറിയണം. ആത്മദർശനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇഷ്ടദേവതാ ദർശനം ഉണ്ടാകുകയും ഇഷ്ടദേവതയുടെ അനുഗ്രഹത്താൽ സവികൽപ്പ നിർവികൽപ്പ സമാധിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ധ്യാനത്തിനുള്ള പ്രധാന തടസ്സം ഇന്ദ്രിയങ്ങളുടെ പ്രേരണകളാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ അഥവാ സ്വിച്ച് ഓഫ് ചെയ്യാൻ ഭൂരിഭാഗം ധ്യാനം പഠിക്കുന്നവർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. എന്നാലും ഗ്രൂപ്പ് മെഡിറ്റേഷനുകളെല്ലാം നടക്കുന്നുണ്ട്. അത്തരം മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നതിൻ്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ചില ഗ്രൂപ്പ് മെഡിറ്റേഷൻ നടത്തുന്നവർ സ്പീക്കറിലൂടെ പ്രണവം അഥവാ ഓംകാരം, ധ്യാനമന്ത്രങ്ങൾ, ദേവതാമന്ത്രങ്ങൾ, ഡിവൈൻ മ്യൂസിക്കൽ തീം എന്നിവ കേൾപ്പിച്ച് അത് ശ്രദ്ധിച്ചുകൊണ്ട് ധ്യാനം നടത്തുവാൻ ആവശ്യപ്പെടും. ഇത് ശുദ്ധ വിഡ്ഢിത്തരമാണ്. ധ്യാനിക്കുമ്പോൾ പുറമേയുള്ള ശബ്ദങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ ഒരു ശ്രോതാവ് മാത്രമാണ്, ധ്യാനിക്കുന്ന ആളല്ല. ബാഹ്യലോകത്തെ ശബ്ദങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് അവനവൻ്റെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കുവാനോ ധ്യാനിക്കുവാനോ സാധിക്കാതെ വരികയും മനസ്സ് അസ്വസ്ഥമാവുകയും ചെയ്യും. എല്ലാ ഇന്ദ്രിയങ്ങളെയും സ്വിച്ച് ഓഫ് ചെയ്ത് മനസ്സിനെ രണ്ട് പുരിയങ്ങളുടെയും മധ്യത്തിൽ കൊണ്ടുവന്ന് ഭ്രൂമധ്യത്തിൽ ഇഷ്ടദേവതയെ ധ്യാനിക്കുന്നതിനെയാണ് ശരിയായ ധ്യാനം എന്ന് പറയുന്നത്. ഭ്രൂമധ്യത്തിൽ കേന്ദ്രീകരിക്കാത്ത ഒരു ധ്യാനവും പരിപൂർണ വിജയം നൽകുന്നതല്ല. കാരണം നമ്മുടെ ആത്മീയ നേത്രം സ്ഥിതി ചെയ്യുന്നത് ഭ്രൂമധ്യത്തിലാണ്. വേദോപനിഷത്തുക്കളും ഭഗവത്ഗീതയും മഹാഗുരുക്കന്മാരും ഉപദേശിക്കുന്നത് ഭ്രൂമധ്യത്തിലൂടെ ധ്യാനിക്കുവാനാണ്. ഭ്രൂമധ്യത്തിലൂടെ ആരാണോ ശ്വസിക്കുന്നതും ധ്യാനിക്കുന്നതും അയാൾ സിദ്ധനാകും എന്നുള്ളതാണ് ഉപനിഷത്ത് രഹസ്യം. ധ്യാനം പഠിപ്പിക്കുന്നവർ ധ്യാനം പഠിക്കുന്നവരോട് ചില കാര്യങ്ങൾ സങ്കല്പിക്കുവാൻ പറയുന്നതായി കാണുന്നുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ ദേവിയുടെ ശ്രീപുരത്ത് എത്തിക്കഴിഞ്ഞു, ശിവൻ്റെ കൈലാസത്തിലെത്തിക്കഴിഞ്ഞു, ഭഗവാൻ കൃഷ്ണൻ്റെ വൃന്ദാവനത്തിലെത്തിക്കഴിഞ്ഞു, മുരുകൻ്റെ പടയാളികളായി തീർന്നു എന്നൊക്കെ സങ്കല്പിക്കുവാൻ പറയുന്നുണ്ട്. ഇത്തരം സങ്കല്പങ്ങൾ നിങ്ങളെ ഒരു സങ്കല്പ ജീവിയാക്കും എന്നല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്. ഈശ്വരനുള്ള ധ്യാനം വളരെ ലളിതവും യാഥാർത്ഥ്യ ബോധവും ഉള്ളതാണ്. അത്തരം ധ്യാനത്തിൽ നിങ്ങൾക്ക് ശാശ്വതമായ ശാന്തിയും സമാധാനവും ആനന്ദവും ദൈവിക ദർശനവും ഉണ്ടാകും. ഈശ്വര ധ്യാനത്തിന് തടസ്സമായ ഇന്ദ്രിയങ്ങളെ സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു മഹാവിദ്യയാണ് ക്രിയായോഗ. ഭഗവാൻ ശിവനും കൃഷ്ണനും രാമനും മുരുകനും ദേവിയും എല്ലാം അവരുടെ ഭക്തരായ മഹർഷിമാർക്ക് ഉപദേശിച്ച പ്രാണവിദ്യ അഥവാ ക്രിയായോഗയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ആത്മീയ പാതയിലെ ഉത്തമമായ മാർഗം. മനുഷ്യ ജീവിതം അമൂല്യമാണ്. ചുരുങ്ങിയ കാലം ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഏറ്റവും നല്ല വിദ്യയായ ക്രിയായോഗ പഠിക്കുവാൻ എല്ലാവരും ശ്രമിക്കുന്നത് നല്ലതാണ്. സോ പ്രാക്ടീസ് ക്രിയായോഗ. ഹരി ഓം തത്സത്.